happy and you know it, clap your hands. Good. മതി. Okay, ഉറങ്ങിക്കോ. നമ്മൾ ഉറങ്ങാൻ പോയതായിരുന്നു. Welcome to Amrita Talkies. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് ഇത് മൊത്തം നല്ല സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ ആനിവേഴ്സറി ആട്ടാ. അപ്പൊ ഞങ്ങള് വേഗസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, ആമി, പിന്നെ നമ്മുടെ ഇനി ഡ്രൈവറുടെ ഏട്ടനുണ്ട്. ഏട്ടനെ ഫ്രണ്ടാട്ടാ. എന്നെക്കാണ്ട് 2-3 വയസ്സ് ചെറിയ കുട്ടിയാ പറയാ. അപ്പൊ നമ്മള് എല്ലാരും കൂടെ വേഗസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർസ്റ്റേറ്റ് അരിസോണ I-10 വെസ്റ്റേക്ക് കയറാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ പോണ ലൈനിൽ ആരും ഇല്ലല്ലോ മുന്നിലെ. എന്നാൽ പിന്നെ അപ്പുറത്തൊക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മളീ പോണ ലൈനിൻ്റെ പേരാണ് HOV 2+. അതായത് 2 കൂടുതൽ ആൾക്കാരുള്ള വണ്ടികൾ മാത്രമേ ഈ ലൈനിൽ കൂടെ പോകാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആ വഴി പോകണം. അഥവാ ഇതിന് 2 ആൾക്കാരുള്ള ആരെങ്കിലും റൂള് തെറ്റിച്ച് ഇതുവഴി പോവുകയാണെങ്കിൽ $400 ഫൈന്. ആലോചിച്ച് നോക്കും, $400. അതുകൊണ്ട് നമുക്കെന്താ ആരും ഉണ്ടായില്ല, ഈസി ആയിട്ട് പോവാൻ. നോക്കൂ, ഒരാളും ഇല്ല മുമ്പിൽ. ഗൾഫ് പോലെ പല്ലി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഈ മഞ്ഞ ലൈനിൻ്റെ അപ്പുറത്ത് കണ്ടോ, അതായത് മഞ്ഞ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ്, ആ വഴി ആരും പോകാൻ പാടില്ല. അത് എമർജൻസി വെഹിക്കിൾസിന് മാത്രമുള്ള ലൈനാണ്. അതായത് ഫയർ എഞ്ചിനോ ആംബുലൻസോ പോലീസ് വെഹിക്കിൾസ്, അങ്ങനത്തെ എമർജൻസി വെഹിക്കിൾസ് മാത്രമേ പോകാൻ പാടുള്ളൂ. നമ്മളതൊരു കാരണവശാലും അതിൽ കയറാൻ പാടില്ല. കണ്ടോ ഇവിടത്തേക്ക് ഒരു റോഡ് സമ്പ്രദായങ്ങൾ. മാത്രം കണ്ടുവരുന്ന ജീവികൾ. അമേരിക്കയുടെ ചായക്കട. ഞങ്ങൾ അമേരിക്കയുടെ ചായക്കടയിൽ ഇറങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വന്നിട്ട് പകുതി ദൂരം പോലും ആയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വേഗാസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേന്ന്. അപ്പം എമ്പുരാന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ ക്രൂ ഒക്കെ ഇവിടെ ഉണ്ട് അത്ര വേഗസില്. അപ്പൊ നമ്മള് ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാട്ടോ. എനിക്ക് അതെടുത്തിട്ട് എക്സൈറ്റഡ് ആയിട്ട് പോയി. അപ്പൊ നമ്മള് ലാലേട്ടനെയും പൃഥ്വിരാജിനെ കാണുകയാണെങ്കിലേ നിങ്ങളെ കാണിച്ചു തരാട്ടോ. ഞാൻ ലാലേട്ടനോട് എന്താ പറയാന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തോണ്ടിരിക്കുക. നിങ്ങളെ ഞാൻ ഒരു സൂത്രോടെ കാണിച്ചു തരാട്ടോ. എന്താ അറിയോ, ഇത് കണ്ടോ ആമി, ഒരു മിനിറ്റ് ആമി, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ആമീൻ്റെ ഇവിടെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയാണ്. അതിന്റെ ശരിക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ പറഞ്ഞുകൊടുക്കണല്ലോ സാൻസ്റ്റോൺ. ആമീനെ കാണിച്ചിട്ട് മോചിപ്പിക്കുന്നതിന്റെ സന്തോഷമാണ്. നിങ്ങൾക്കറിയാലോ ഇവിടെ നല്ല ചൂടാണ്, പക്ഷെ അതിൻ്റെ ഒരു ഏരിയയിൽ അവിടെ മഞ്ഞും കാണാം. അങ്ങനെ ഒരു പ്രത്യേകതര സ്ഥലം അത്. ഇതാണ് അടുത്ത മാപ്പ് കേട്ടോ, അമേരിക്കയുടെ മാപ്പാണ്. നമ്മൾ യാത്ര തുടങ്ങിയതാ ഈ ഒരു അറ്റത്തിൽ നിന്ന്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമുക്കിത് അടുത്ത് മാസച്യൂസെറ്റ്സ്, ബോസ്റ്റൺ ഇവിടെ കിടക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കാനഡയാണേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മളിവിടെ അരിസോണ എത്തിട്ടാ. അരിസോണയിൽ നിന്ന് നമ്മൾ ഇവിടെ ഇപ്പം നമ്മളുള്ളത് ഇവിടെ നമ്മൾ നേരെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ലാസ് വേഗസ്. ഇപ്പൊ മോഡൽ ഇപ്പൊ ചാടാ ഞങ്ങൾ ഇപ്പുറത്തേക്ക്. ഈ NV എന്ന് പറയുന്നത് എന്തോ നെവാഡ. ഇതാണ് സ്റ്റേറ്റ് കേട്ടോ, ലാസ് വേഗസ് സിറ്റിയാണ്. കണ്ടാ, ഇനി നമ്മള് ഈ മാസച്യൂസെറ്റ്സ് പിള്ളേരാക്കണം 2 hours ബാക്ക് പുറകിലാണ് ഈ അരിസോണ ഉള്ളത്. ഇവിടുന്നും 1 hour പുറകിലാണ് ഈ നെവാഡ ലാസ് വേഗസ് ഉള്ളത്. ഇതാണ് കേട്ടോ സാൻഡ് സ്റ്റോം, അതായത് കൊടുങ്കാറ്റ്, ഊഴിക്കൊടുങ്കാറ്റ്.
ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടാ, ഈ സമയം 4:34 ആണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് നമ്മുടെ ETA കാണിക്കണത് 49 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 4:23 അവിടെ എത്തുമെന്ന്. അതായത് നമ്മൾ പുറകിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിതിൽ എത്ര മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ ഈ വേഗസിലോട്ട് പോണ ഈ റോഡില്ലേ, എന്ത് രസം അറിയാം കാണാൻ. 2 സൈഡും നല്ല കളറായില്ല. ഈ ഒരു കണ്ട ഈ റെഡിഷിൻ്റെ ഒരു കളറൊക്കെ വരുമ്പോൾ എന്തൊരു രസമായതെന്നറിയോ. ഇപ്പം നമ്മൾ ഹൂവർ ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പല ഇംഗ്ലീഷ് സിനിമകളിലും കണ്ടു കാണും ഹൂവർ ഡാമിൽ ഫൈറ്റൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ 1931 തുടങ്ങിയതാണ് കേട്ടോ. 1935 ഈ ഡാം ആൾക്കാർക്ക് വേണ്ടി വിട്ടുകൊടുത്തപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഡാമായിരുന്നു ഈ ഡാം അത്ര. ഈ ഡാമിന് പേര് വന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഹെർബർട്ട് ഹൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിൽ നിന്നാണ്. ഇത് നിങ്ങൾക്ക് താഴെ കാണുന്നുണ്ടോ? ഇവിടെ ഒന്നും വെള്ളമില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളമാവും. ഉണ്ടോ? അവിടെയൊക്കെ ആ ഒരു പാറേൻ്റെ വെള്ള കളറുണ്ടാവും. ഈ ലെവലിൽ അവിടെ വരെ വെള്ളം കയറും സാധാരണ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ കളർ കാണുന്നില്ലേ? ഇട്ട് നമ്മുടെ നാട്ടിലെ ഇതില്ലേ എന്തെങ്കിലും അയ്യോ പണ 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 നമ്മൾ പറയാ ഈ കല്ല് കൊത്തുന്ന സ്ഥലത്തിന്. വെട്ടുകല്ല് കൊത്തണ നിങ്ങളുടെ നാട്ടിലാന്ന് അതിന് പറയാൻ. ചിലർ ചെങ്കൽ ക്വാറി എന്ന് പറയും. ചെങ്കൽ ക്വാറി. നമ്മൾ പണ. ഈ കാണുന്ന നീല ക്ലോക്കിൽ കണ്ടോ നിങ്ങൾ? അരിസോണ ടൈമിന് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് അവിടെ വേറെ നീല ക്ലോക്ക് ആണ്. ഞാൻ സൂം ചെയ്യാം കേട്ടോ. അത് നെവാഡ ടൈമാണ് കണ്ടോ. ഈ ഡാമിൻ്റെ ഇപ്പുറത്തെ അരിസോണയും അപ്പുറത്തെ നെവാഡയും, അത് 2 സ്റ്റേറ്റിനെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഡാം കേട്ടോ. ഡാമിനുള്ളിൽ വിമൻസ് റെസ്റ്റ് റൂമോ? ഞാനിതിൽ പോട്ടെ, എനിക്കൊരു പ്രിവിലേജ് അല്ലേ. ഞാൻ അരിസോണയിൽ നിന്ന് നെവാഡയിലോട്ടേക്ക് നടന്നു പോയതാട്ടാ. നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് നെവാഡ ടൈം. സോ ഈ ഡാമിൻ്റെ അതായത് ഈ ഡാമിൻ്റെ അങ്ങേറ്റം ആ ഭാഗം അരിസോണ, ഈ ഭാഗം നെവാഡ. അതുവഴി ഞാൻ നേരത്തെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നിങ്ങളോടും കൂടെ പറയാം കേട്ടോ. ഞാൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലാണ് പ്രഷറോടും പറയട്ടെ. ഞാൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് എന്താ തോന്നുന്നത് അറിയാം. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും എനിക്കൊരു പേടി. ഇന്നലെ കാണുന്നില്ലേ ആ ടവറൊക്കെ കയറി പിടിച്ചത്. വാഷ്റൂമിലേക്ക് പോയപ്പോഴത്തേക്കും ഡാമല്ലേ, പഴയ കെട്ടിടമൊക്കെ അല്ലേ. ഞാൻ കയറിക്കണ അറിയോ? ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ടൈം ട്രാവൽ ചെയ്തോ ചോദിച്ചാൽ ഞാൻ ഭാവിയിലോ അല്ലെങ്കിൽ മറ്റേ ഭൂതത്തിലോ ചെന്ന് പെട്ടോ നോക്കുമ്പോഴേക്കും ഞാൻ ഒന്നും കൂടെ ആ അരിസോണ ടൈമില്ലേ ക്ലോക്ക് നിങ്ങളെ കാണിച്ചാൽ അതൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്തു. എന്നിട്ട് ചുറ്റും നോക്കി ടെക്നോളജി ഉള്ളത് മാറിയിട്ടുണ്ടോ എന്നൊക്കെ. സത്യമായിട്ടും ചുമ്മാ ഞാൻ ചിന്തിക്കണയാണ് കേട്ടാ, അല്ലാണ്ട് അങ്ങനെയാണെന്ന് ഞാൻ പേടിച്ചതല്ല. നിങ്ങളെയും കണ്ടില്ലല്ലോ, അപ്പൊ അങ്ങനെ ചിന്തിക്കുക. അതിന് അത്രയും ഒരു അങ്ങനത്തെ സ്ഥലമാണ്. പഴയ ബിൽഡിങ് 1931 ഒക്കെ കണ്ടില്ലേ. അപ്പൊ അതങ്ങനെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു തോട്ട്. ആ ബ്രിഡ്ജിമ്മിൽ ഇങ്ങനെ വണ്ടി പോകുന്ന കാണുന്നുണ്ടോ? അതുവഴിയാണ് നമ്മൾ വന്നത്. അതായത് അരിസോണേനെ നെവാഡയ്ക്ക് കണക്ട് ചെയ്യണ ബ്രിഡ്ജും കൂടി ആയത് കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള ഡാമാണ് ഈ ഡാം. അവിടെ തന്നെ ഉള്ള ഒരു എക്സിബിഷൻ മാതിരിയുള്ള സംഭവമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അത് 1931 തുടങ്ങി 1935 ഇതിൻ്റെ പണി തീർന്നതെന്നൊക്കെയാണ് തോന്നുന്നുണ്ട് അത് പറയണത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ കുറേ സ്ഥലത്ത് ഞാൻ ഈ ഒരു ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അത്രയ്ക്കും ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ ഈ കാണുന്നതിലും ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും ഒരു ഭയങ്കര രസമുള്ള ഒരു സ്ഥലമായത്. കാഴ്ച നടക്കാൻ പറ്റില്ല, സ്ട്രോളർ തള്ളാൻ പറ്റുന്നില്ല. ജലദോഷം പിടിച്ചില്ലേ? തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ വേഗസിലോട്ടുള്ള യാത്ര തുടരുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ. ഇനി നമ്മുടെ വേഗസ് വ്ലോഗുമായിട്ട് ഉടനെ കാണാം. ടാറ്റാ.